അലുമിനിയം കുടത്തിൽ തല കുടുങ്ങിയ തെരുവുനായ മണിക്കൂറുകൾ പരിഭ്രാന്തനായി അലഞ്ഞു. തെരുവുനായയല്ലേ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോട്ടെ എന്ന് വീട്ടുകാർ കരുതിയില്ല. നായയെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ അവർ അബ്ബാസിനെ വിളിച്ചു. അബ്ബാസ് എത്തിയാണ് നായയെ രക്ഷിച്ചത്. എങ്ങനെയാണെന്ന് നമ്മുടെ ജി പ്രസാദ് കുമാർ പറഞ്ഞു തരും. അടിക്കണ്ട, അടിച്ചിട്ട് കാര്യമില്ല. ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, കേട്ടിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ നായയുടെ തല പാത്രത്തിൽ കുടുങ്ങി എന്നുള്ളതൊക്കെ, ഇപ്പൊ കണ്ടു അല്ലേ? കുടത്തിൽ തല കുടുങ്ങുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലോ, ഇപ്പോൾ അത് കാണാനും കൂടെ കഴിഞ്ഞു. ഒരു തെരുവ് നായയാണ്. ഇന്നലെ രാത്രിയാണ് പട്ടാമ്പിക്കടുത്ത പരതൂർ പഞ്ചായത്തിലാണ്. അവിടെ ഒരു കുടത്തിൽ, വീട്ടിലൊരു കുടത്തിൽ കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നായ്ക്ക് ദാഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൻ്റെ മണം കേട്ടിട്ടാവാം ആ നായ അതിൽ കൂടെ പോയപ്പോൾ ഒന്ന് നക്കി കുടിക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ കുടിച്ച് അവസാനം തല ഉള്ളിൽ പെട്ടുപോയി. ഏതാണ്ട് രാത്രി 8 മണിയോടെ വീട്ടുകാർ അറിയുന്നത് തല കുടുങ്ങിപ്പോയ വിവരം. പക്ഷേ ഈ അലുമിനിയം കുടയെന്നാൽ വീട്ടുകാർക്കും അതിലൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നായയാണെങ്കിൽ വെപ്രാളമാണ്. ഓടിപ്പോയി അവസാനം നായനെ പിടിച്ചു കിട്ടി. പിന്നീടാണ് ഈ അനിമൽ റെസ്ക്യൂറായ ഈ കൈപ്പുറം അബ്ബാസിനെ അവർ വിളിച്ചു വരുത്തി. അബ്ബാസ് വന്ന് 1 മണിക്കൂറോളം പണിപ്പെട്ടു. ഈ നായയെ ഒന്ന് പിടിച്ച് നിർത്തണം, അതുപോലെ തന്നെ ഈ കുടത്തിനെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നായയെ എന്തായാലും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഈ നായയെ സാധാരണ ഈ മൃഗങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ചെറിയ മൃഗങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നായയെ പോലുള്ള ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കും. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 1 മണിക്കൂർ നേരം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം നായയെ പുറത്തെടുത്തു. പക്ഷേ നായ പോകുന്ന സമയത്ത് നന്ദി പ്രകടനത്തിൽ നിന്നില്ല. സാധാരണ ഇങ്ങനെ നായയൊക്കെ ഒരു നന്ദിയോടെയൊക്കെ നോക്കി ഒക്കെ വാലാട്ടിയൊക്കെ പോകുന്നില്ല. പക്ഷേ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആ തെരുവ് നായ അങ്ങനെ ഓടി. ശരി ശരി.